ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖാല ലഹും ഹാറൂനു മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാനു ഫത്തബിഊനി വഅതിഉ അംരി. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى قال يا هارون ما منعك إذ رأيتهم ولوا ألا تتبعن أفعصيت أمري قال يا ابن لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ സൂറത്തു ത്വാഹയിലെ 90 മുതൽ 94 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മാഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നും, അങ്ങനെ അവർ ചിന്തിക്കുമായിരുന്നെങ്കിൽ അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകളെയും ലോഹങ്ങളെയും ഒന്നും അവർക്ക് ആരാധിക്കാൻ കഴിയില്ലായിരുന്നു എന്നും, അത്തരത്തിലുള്ള ആരാധ്യർ അവർക്ക് യാതൊരുവിധ ഉപദ്രവമോ ഉപകാരമോ ചെയ്യുന്നില്ല എന്നുമൊക്കെയുള്ള വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടത്. അതിന് വിശദീകരണമായിട്ട് സൂറത്ത് യൂനിസിലെ ഒക്കെ ആയത്തുകൾ നമ്മൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏൽപ്പിച്ചു പോയ കാര്യത്തിൽ വീഴ്ച വരുത്തിയതായിട്ടും അങ്ങനെ പരീക്ഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നെല്ലാം അറിയിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഓതി വച്ച ആയത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ആയത്ത് നോക്കാം. 90-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലഖദ് ഖാല ലഹും ഹാറൂനു, അവരോട് ഹാറൂൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വലഖദ് ഖാല, തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്, ലഹും അവരോട്, ഹാറൂനു മിൻ ഖബില്, മുമ്പ്, ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നമാ ഫുതിൻതും, നിങ്ങൾ പരീക്ഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹാറൂൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ബിഹി, ഇതുകൊണ്ട്, ഈ ഒരു പശുക്കുട്ടി കൊണ്ട് തീർച്ചയായും നിങ്ങൾ പരീക്ഷണം ചെയ്യപ്പെടുകയാണ് എന്ന്, ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷണം ചെയ്യപ്പെടുകയാണ് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. വ ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ ശരിക്കുള്ള റബ്ബ്, ഇലാഹ്, രക്ഷിതാവ്, അർ റഹ്മാൻ, അവൻ പരമകാരുണികരാണ് എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഫത്തബിഊൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഹാറൂൻ അവരോട്. വഅതിഉ അംരി, നിങ്ങൾ എൻ്റെ കാര്യത്തെ, എൻ്റെ കൽപ്പനയെ അനുസരിക്കുകയും ചെയ്യുവിൻ എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ വലഖദ് ഖാല ലഹും ഹാറൂനു മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബി, എൻ്റെ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ കാര്യം അറിയിക്കുകയാണ്. ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക മാത്രമാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ ശരിക്കുള്ള സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു, അവൻ റഹ്മാനാണ്, പരമകാരുണികനാണ്. അതുകൊണ്ട് നിങ്ങളെന്താണ്, ഞാൻ പറയുന്നത് കേൾക്കണേ, നിങ്ങൾ എൻ്റെ കാര്യത്തെ അനുസരിക്കണേ എന്ന് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. അപ്പോൾ അവരതിന് കൊടുത്ത മറുപടി എന്താണ്? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഖാലു, അവർ പറഞ്ഞു, ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ, അതാണ് അവർ കൊടുത്ത മറുപടി. ലൻ നബ്റഹ, ഞങ്ങളായിക്കൊണ്ട് തന്നെ ഇരിക്കും, ഞങ്ങളായിക്കൊണ്ടേയിരിക്കും.
മാസാലമാ ബരിഹ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ലന്നബ്രഹ, ഞങ്ങളായിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ വിടുകയില്ല, അലൈഹി അതിനടുക്കൽ, ഈ ഒരു പശുക്കുട്ടിയുടെ അടുക്കൽ ഞങ്ങളായിക്കൊണ്ടേയിരിക്കും. ആക്കിഫീന എങ്ങനെ, ഭജനമിരിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. ഇഅ്തികാഫ്, അക്കഫ, ആക്കിഫീൻ ഭജനമിരിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യർജിഅ ഇലൈനാ മൂസ, പോയ മൂസ ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ. അതായത് അവർ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് മുകളിൽ പറഞ്ഞ പ്രകാരം സംസാരിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി, ഞങ്ങൾ ഈ പശുക്കുട്ടിയുടെ ആരാധനയിൽ നിരതരായിരിക്കുക തന്നെ ചെയ്യും. ഏതുവരെ? മൂസ ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുന്നതുവരെ എന്നാണ് അവർ കൊടുത്ത മറുപടി. ഖാലു ലൻ നബ്റഹ അലൈഹി ആകിഫീൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ. അപ്പോൾ എന്തുണ്ടായി? അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഹാറൂൻ, ഹാറൂനെ. ആരാണ് ഈ അദ്ദേഹം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ്, മാ മനാക്ക, നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? നിന്നെ മുടക്കിയ കാര്യം എന്താണ്? മനാ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മുടക്കി എന്നൊക്കെയാണല്ലോ. നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? ഇത് റഅയ്തഹും, നീ അവരെ കണ്ട ആ സന്ദർഭത്തിൽ. എങ്ങനെ? വല്ലു, വഴിപിഴച്ചതായിട്ട്. അപ്പോൾ മൂസാ നബി ഹാറൂൻ നബിയോട് ചോദിക്കുകയാണ്, ഇവർ പിഴച്ചു പോയതായി നീ കണ്ട ആ സന്ദർഭത്തിൽ നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? അതിൻ്റെ എന്ത് തടസ്സമാണ് ഉണ്ടായത് എന്നുള്ളത്, എന്തിൽ നിന്നുള്ള തടസ്സം? അല്ലാ തത്തബിഅനി, അല്ലാ തത്തബിഅനി, എന്നെ പിന്തുടരാതിരിക്കുവാൻ. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയ കാര്യം ശരിക്ക് നിർവഹിക്കാൻ നിനക്ക് എന്ത് തടസ്സമാണ് ഹാറൂൻ ഉണ്ടായത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനോട് ചോദിക്കുകയാണ്. അഫ അസൈത അംരി, തുടർന്നു കൊണ്ട് ചോദിച്ചത് അഫ അസൈത അംരി, നീ എൻ്റെ കാര്യം അഫ അസൈത, നീ എതിര് പ്രവർത്തിച്ചുവോ? അസ്വ എന്ന് പറഞ്ഞാൽ എതിര് പ്രവർത്തിച്ചു, അംരി എൻ്റെ കൽപ്പനക്ക്, എൻ്റെ കൽപ്പനക്ക് നീ എതിര് പ്രവർത്തിച്ചിരിക്കുകയാണ് അല്ലേ? ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം നിനക്ക് അത് പിന്തുടരാതിരിക്കാൻ എന്ത് തടസ്സമാണ് അവരെ പിഴച്ചുപോയതായി നീ കണ്ടപ്പോൾ നിനക്ക് ഉണ്ടായത് എന്ന് മൂസാ നബി ഹാറൂനിനോട് ചോദിച്ചു. ഖാല യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും വല്ലു, ഹാറൂനെ, ഇവർ പിഴച്ചുപോയതായി നീ കണ്ട സന്ദർഭത്തിൽ നിനക്ക് എന്ത് തടസ്സമാണുണ്ടായത്? അല്ലാ തത്തബിഅൻ, അല്ലാ തത്തബിഅനി എന്നാണ്, എന്നെ പിന്തുടരാതിരിക്കുവാൻ. അഫാസൈത അംരി, എൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്തത്? അഫാസൈത, ഹംസ ഇസ്തിഫാമിൻ്റെ ഹംസ, അഫാസൈത അസ്വൈത, നീ എതിര് പ്രവർത്തിക്കുകയാണോ? അംരി, എൻ്റെ കാര്യത്തിന് എന്നിൽ നീ എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഖാല, അപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടിയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, യബിന ഉമ്മ, യബിന ഉമ്മ, എൻ്റെ മാതൃപുത്ര, അതായത് ഉമ്മയുടെ മകനെ എന്നുള്ള അർത്ഥത്തിൽ. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്, പക്ഷേ ഉമ്മയുടെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു ബന്ധത്തെ ഒന്നുകൂടെ അവിടെ, ഇത്രയും അടുത്ത ബന്ധമാണല്ലോ വാപ്പയും ഉമ്മയും ഒത്ത മക്കൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഉമ്മയിലേക്ക് ചേർത്തിക്കൊണ്ട് ആ ഔദാര്യത്തെ, ആ സ്നേഹത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് യബിന ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്. ലാ തഖുദ് ലിഹിയതി വലാ ബിറഅസി. അപ്പോഴത്തേക്കും സഹോദരൻ്റെ ഹാറൂനിൻ്റെ താടിയിലും മുടിയിലുമെല്ലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു വലിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ്, എൻ്റെ താടിയിലും മുടിയിലും നീ പിടിക്കണ്ട, നീ അത് പിടിച്ചു വലിക്കരുത്. വലാ തഖുദ്, നീ പിടിക്കണ്ട, ലഹിയത്തി, എൻ്റെ താടിക്ക്, വലാ ബിറഅസി, എൻ്റെ മുടിക്കും എൻ്റെ തലക്കും നീ പിടിക്കരുത്. ഇന്നീ, നിശ്ചയമായും, ഖശീതു, ഞാൻ ഭയപ്പെട്ടു, അൻ തഖൂല, നീ പറയുമെന്ന്, ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിനിടയിൽ നീ വിടവുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി എന്ന് നീ പറയുന്നത് തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു. വലം തർഖുബ്, നീ
ഗൗനിച്ചതുമില്ല, നീ ശ്രദ്ധിച്ചതുമില്ല കൗലി എൻ്റെ വാക്ക് എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് ഹാറൂൻ മറുപടി പറഞ്ഞു. എന്താണ്? ഖാല യബ്ന ഉമ്മ, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എൻ്റെ ഉമ്മയുടെ മകനെ, ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി, എൻ്റെ ദാടിയിലും തലയിലും നീ പിടിക്കാതിരിക്കൂ. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി, ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു, എൻ്റെ വാക്കിന് നീ കാത്തു നിന്നില്ല. അതാണ് വലം തർഖുബ്, നീ വെയിറ്റ് ചെയ്തില്ല, നീ പ്രതീക്ഷിച്ചില്ല എൻ്റെ കൗലി, എൻ്റെ വാക്കിന്, ഇത് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയും കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ പോയിന്റുകൾ, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ താടിക്കും തലക്കും പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞെടുത്ത്, പിടിച്ചു വലിക്കാൻ മാത്രം താടി മുടി ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശാലമായി മനസ്സിലാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ഒരു സുന്നത്താണല്ലോ താടിയിൽ മുടി വളർത്തുക എന്നുള്ളതും. അത് എത്രത്തോളം മുശ്രിക്കുകളോടും യഹൂദികളോടും നിങ്ങൾ എതിരാകുന്ന നിലക്ക് നിങ്ങൾ താടി അതിനെ വിട്ടേക്കണം അല്ലേ, അതിനെ വളർത്തണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കുറേ സുന്നത്തുകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിൻ്റെ കാലത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ഉണ്ടായ ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മൾ കണ്ടത്. 90 മുതൽ 94 വരെയുള്ള ആയത്തുകളിൽ സാമിരിയുടെ പ്രവർത്തനം സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അവരദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും വളരെ ഗൗരവമായ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിർക്കൻ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രബോധനം നടത്തേണ്ടതിൻ്റെ ഗൗരവം ആ ചോദ്യങ്ങളിലെല്ലാം ഉണ്ട്. നീ ഞാൻ ഏൽപ്പിച്ചു പോയ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവർ വഴിപിഴക്കുന്നത് കണ്ടുകൊണ്ട് നീ മൗനം അവലംബിക്കുകയാണോ ചെയ്തത്? ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അപ്പോൾ ആശ്രയിത്ത അംബ്രി എന്നുള്ള ആ ചോദ്യങ്ങളിലെല്ലാം, ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, ആ വിഷയങ്ങളിൽ നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്, അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രബോധനം നടത്തേണ്ടതിൻ്റെ ഗൗരവം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുവാനും ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും വഴുതിപ്പോവാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരാതെ നമ്മൾക്ക് കറകളഞ്ഞ തൗഹീദിൻ്റെ ആളുകളായി ജീവിക്കാനും മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാം സഹായിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.